നമസ്കാരം. KC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുക്കപ്പെട്ടാൽ വീണ്ടും കോടി പാറിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർഷക സമ്പർക്ക പരിപാടി സർക്കാർ ആവിഷ്കരിക്കണം. UDF സർക്കാർ കാർഷിക മേഖലയിലടക്കം സമസ്ത മണ്ഡലങ്ങളിലും തികഞ്ഞ പരാജയമെന്ന് BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KD മോഹനൻ. കൂട്ടായ്മയുടെ ഉത്സവം കുട്ടനാടിന് ഇത് കൊയ്ത്തുകാലം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പാർലമെന്റിൽ കേരളത്തിനെയും മാവേലിക്കര മണ്ഡലത്തിനെയും പ്രതിനിധീകരിച്ച് ഏറ്റവുമധികം ചോദ്യങ്ങൾ ഉന്നയിച്ചത് താനാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പാർലമെന്റ് പാർട്ടി നേതാവ് എന്ന നിലയിലും പ്രധാനമന്ത്രിയും UPA അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള രാഷ്ട്രീയത്തിനുപരിയായ സൌഹൃദങ്ങളും കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തലവടിയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. MP ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും കേരളത്തിന്റെ ആവശ്യങ്ങൾ ലോക്സഭയിലും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് MPമാരുടെ കൺവീനറായി കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പോഴപ്പോഴുണ്ടാകുന്ന കേരളത്തിന്റെ പ്രശ്നങ്ങൾ അതായത് വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും നിവേദന രൂപത്തിൽ പ്രധാനമന്ത്രിയും UPF ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെ കാണുന്നതിന് ഞാനാണ് മുൻകൈ എടുത്തത്, നേതൃത്വം നൽകിയ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ ആ സമയങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽ വിവിധ മന്ത്രാലയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതും അതോടൊപ്പം തന്നെ കൂടുതൽ അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തതും ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് തുടരും. നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അതിനൊപ്പം തന്നെ മാവേലിക്കരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, പാർലമെന്റിൽ അവതരിപ്പിക്കുക, അതിലൂടെ അതിന് നടപടി ഉണ്ടാകുക, പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. അത് ഇനിയും തുടരും. മാവേലിക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരിക്കൽ കൂടി MP ആയാൽ പരിചയസമ്പന്നതയിൽ ഇതിലേറെ കാര്യങ്ങൾ ചെയ്യാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ജില്ലകളിലും കർഷക സമ്പർക്ക പരിപാടികൾ മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കണം. മുഖ്യമന്ത്രിയും കൃഷിവകുപ്പ് അനുബന്ധ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കർഷക സമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുകയും വേണം. കാർഷിക രംഗത്ത്, പ്രത്യേകിച്ച് നെൽകൃഷി രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം കർഷകർക്കും പല പല പ്രയാസങ്ങളും ഉണ്ട്. അവയെല്ലാം കൃഷിവകുപ്പ് മുഖേന സാധിക്കാൻ കഴിയുന്നുമില്ല. മുഖ്യമന്ത്രിയും കൃഷി അനുബന്ധ മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും താൽപര്യമെടുത്തെങ്കിൽ മാത്രമേ കാർഷിക മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. കർഷകരുടെ നിലനിൽപ്പിനായി കർഷക സമ്പർക്ക പരിപാടി ജില്ലകൾ തോറും, പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ജില്ലകൾക്ക് പ്രാധാന്യം നൽകി നടത്തണം. കൃഷിവകുപ്പ് വഴി ഫയലുകളിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും കാലതാമസമുണ്ടാകും. ഈ പുഞ്ചയിലെ പ്രശ്നങ്ങൾക്ക് പഠനവും പരിഹാരവും വരുന്നത് അടുത്ത പുഞ്ചയ്ക്ക് ശേഷമാകും. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരിട്ട് ഉത്തരവിറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ കർഷക സമ്പർക്ക പരിപാടികൾക്ക് കഴിയും. കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ്. നെൽവയൽ സമസ്ത മേഖലയിലും UDF സർക്കാർ പരാജയപ്പെടുമെന്ന് BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KD മോഹനൻ. കുട്ടനാട് താലൂക്ക് ഓഫീസ് മാർച്ചും തുടർന്ന് നടന്ന ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകത്തൊഴിലാളികളുടെ ജീവിതത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന, അവരുടെ ജീവിതത്തിൽ ആധികാരികമായ കരുണീയമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളാണ്, കർഷകത്തൊഴിലാളി ഫെഡറേഷനാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അത്തരത്തിൽ കുറെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കർഷകത്തൊഴിലാളി ക്ഷേമനിധി കർഷകത്തൊഴിലാളിക്കുണ്ടായെങ്കിലും അത് പര്യാപ്തമല്ല, അത് അപൂർണമാണ്. കർഷകത്തൊഴിലാളികൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ഗുണം ചെയ്യുന്ന തരത്തിൽ ആ നിയമത്തെ ഇന്നും മാറ്റാൻ കഴിഞ്ഞില്ല എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. കർഷകത്തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലാണ് ആദ്യമായി കർഷകത്തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തത്. പക്ഷേ ഇപ്പോ കൊടുക്കുന്ന പെൻഷനോ വളരെ പരിമിതമാണ്.
ഓരോ ബഡ്ജറ്റിലും സർക്കാർ ഏതാണ്ട് മുട്ടായി വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്ന പോലെ 100 രൂപ വെച്ച് കൊടുക്കും. 100 രൂപ എന്ന് പറയുന്നത് ഒരു വർധനമെന്ന് പറയുന്നത് ഇപ്പോ നമ്മളെ ഇന്നത്തെ ജീവിത സാഹചര്യമായി വെച്ച് നോക്കുമ്പോൾ തുലവും അപര്യാപ്തമാണ്. കെ ഗോപിനാഥൻ, കെ ബൈജു, ബി ലാലി, സി ജി കമലാസനൻ, ആർ മദനൻ, ബി മണിമയ്യ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കൈകോർത്തപ്പോൾ 100 മേനി വിളവുമായി രാമങ്കരി കൃഷിഭവന് കീഴിലെ രാമങ്കരി തെക്കുംപുറം റോഡിന് വടക്ക് പാടശേഖരം മാറി. ഒരു റിപ്പോർട്ട്. പുഞ്ചകൃഷി ആരംഭത്തിൽ തന്നെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പാടശേഖര സമിതിയുമായി സഹകരിച്ച് ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കുകയും കർഷകർക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ ഓരോ ഘട്ടത്തിലും നൽകുകയും ചെയ്തതുവഴി അനാവശ്യമായി ഉണ്ടാകുന്ന ചിലവുകൾ കർഷകർക്ക് ഇല്ലാതായി. കൂടാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ നടന്ന കൊയ്ത്തുത്സവം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മധുമത്തായി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൃഷി തുടങ്ങുന്ന സമയം തൊട്ട് അവസാനം വരെ പല ആഴ്ചകളിലായിട്ട് നിങ്ങൾക്ക് നൂതനമായ കൃഷി സംബന്ധമായ ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയാണത് ഫാം ഫീൽഡ് സ്കൂൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു തുടക്കമുണ്ടായിരുന്നു. അതിന്റെ അവസാനം ഒരു കൊയ്ത്തുത്സവത്തോടെ തുടങ്ങുന്നത്. ഇത് എല്ലാ കൊല്ലവും ഇല്ല. എന്നാൽ ചില ഇപ്പൊ ഇത് തന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത കൊല്ലവും നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. ചിലപ്പോൾ ഫീൽഡ് സ്കൂൾ കാണുമായിരിക്കും, വേറെ പാടശേഖരത്തായിരിക്കും. അപ്പോൾ പുതിയ പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃഷിക്കാർക്ക് എത്രയും വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. രാമങ്കരി കൃഷി ഓഫീസർ എ നിസാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് നീലകണ്ഠപിള്ള, സെക്രട്ടറി ആന്റണി മുളപ്പാമഠം, കൃഷി അസിസ്റ്റന്റുമാരായ ബി എസ് ബിന്ദുകുമാർ, ഷാജില തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ഐക്യമുന്നണി പ്രഖ്യാപന കൺവെൻഷൻ ഈ മാസം 12-ന് നടക്കും. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ കെ കെ രമ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഐക്യമുന്നണി പ്രഖ്യാപന കൺവെൻഷനിൽ SUCI സംസ്ഥാന സെക്രട്ടറി പി കെ ലൂക്കോസ് അധ്യക്ഷത വഹിക്കും. NCPIU സംസ്ഥാന സെക്രട്ടറി എം രാജൻ ഐക്യമുന്നണി പ്രഖ്യാപനം നടത്തും. RMP സംസ്ഥാന നേതാക്കളായ എം വേണു, TM സന്തോഷ്, KS ഹരിഹരൻ, ഡോക്ടർ വി വേണുഗോപാൽ, CS പത്മകുമാർ, ജെയ്സൺ ജോസഫ്, NCPI നേതാക്കന്മാരായ ഡോക്ടർ പിഷാരടി, KR സദാനന്ദൻ, അബ്ദുൾ സമദ് എന്നിവർ പങ്കെടുക്കും. ജനദ്രോഹ നയങ്ങൾക്കും വർഗീയതയ്ക്കും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരെ ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് യൂണിറ്റ് സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ യുണൈറ്റഡും ചേർന്ന് ഇടതുപക്ഷ ഐക്യമുന്നണി എന്നുള്ള രീതിയിൽ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സംയുക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നണി രൂപീകരണ കൺവെൻഷൻ 12-ാം തീയതി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുക. വാസ്തവത്തിൽ കേരളത്തിലെ 2 മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഒരേ നയത്തിന്റെ വ്യക്താക്കളായി തീരുന്നു എന്നൊരു നിലപാട് രൂപപ്പെട്ടിട്ടുണ്ട്. മുന്നണിയിലെ കക്ഷികൾക്കും പാർട്ടികൾക്കും വ്യക്തികൾക്കൊക്കെ തന്നെ കക്ഷി മാറുന്നതിനോ പാർട്ടി മാറുന്നതിനോ മുന്നണി മാറുന്നതിനോ ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത തരത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽപ്പെട്ട വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വേണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ RMP സംസ്ഥാന ചെയർമാൻ TN സന്തോഷ്, ഡോക്ടർ പി വേണുഗോപാൽ, അഡ്വക്കേറ്റ് MA ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷ തിങ്കളാഴ്ച ആരംഭിച്ചു. 4.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കിരുന്നത്. ആദ്യ ദിവസം ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 1 പരീക്ഷയാണ് നടന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഇക്കുറിയും വെള്ളിയാഴ്ച പരീക്ഷയില്ല. പകരം ശനിയാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി.
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 2013-2014 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചമ്പക്കുളം ഡിവിഷനിൽ 48 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. ഇറിഗേഷൻ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 48 ലക്ഷം രൂപയുടെ 4 പദ്ധതികൾക്ക് അനുമതിയായത്. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. മണത്തറ ചേപ്പിലാക്കൽ തോടിന് കുറുകെ കലുങ്കിനായി 20 ലക്ഷം രൂപയും, ചിറക്കുപുറം പാലത്തിങ്കൽ കലുങ്ക്, പൊങ്ങ പാടശേഖരത്തിലെ പൂച്ചാലി കലുങ്കിനായി 8 ലക്ഷം രൂപയും, വെണ്ണേലി പാടശേഖരത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തുന്നതിനായി 5 ലക്ഷം രൂപയും അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു. 30 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരനായ അധ്യാപകൻ ശർമ്മ സാർ ഇഹലോകവാസം വെടിഞ്ഞു. തലവടി ADUSലെ മലയാളം അധ്യാപകൻ, വാഗ്മി, സഹൃദയനായ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ മികച്ച സാന്നിധ്യമായിരുന്നു ശർമ്മ സാർ. കുടുംബക്ഷേത്രമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തതുൾപ്പെടെ പുരോഗമനപരമായ പല ആശയങ്ങളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ശർമ്മ സാറിന്റെ നിര്യാണത്തിൽ ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരും നാട്ടുകാരും വിവിധ മണ്ഡലങ്ങളിലെ പ്രഗത്ഭരും പങ്കെടുത്തു. LDF ആലപ്പുഴ ജില്ലാ കൺവീനർ സ്ഥാനം RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് B രാജശേഖരൻ രാജിവെച്ചു. RSP ഇടതുമുന്നണി വിട്ട സാഹചര്യത്തിലാണ് രാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും B രാജശേഖരൻ പറഞ്ഞു. വലിയ നല്ല നിലയിൽ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഘടക പാർട്ടികൾ തമ്മിൽ യാതൊരു അസാരസ്യവുമില്ലാതെ വളരെ ഭംഗിയായി സീറ്റ് ചർച്ചകൾ കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർത്തകൾ വളരെ ഭംഗിയായി നൽകാൻ പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ സഹകരിച്ചിട്ടുണ്ട്. അതിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു കടമ നിർവഹിക്കാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്. നിങ്ങൾക്കൊക്കെ 1000 നന്ദി ഈ അവസരത്തിൽ ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ RSPയെ സംബന്ധിച്ച് RSP ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ RSP എടുത്ത പുതിയ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ ഞാൻ പറയേണ്ട ആവശ്യമല്ല. നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നലെ RSP ജില്ലാ കമ്മിറ്റി കൂടുകയുണ്ടായി. ആ ജില്ലാ കമ്മിറ്റിയിൽ ഒറ്റക്കെട്ടായി തന്നെ RSP സംസ്ഥാന കമ്മിറ്റി എടുത്ത ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ തൊഴിലാളി പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. BMS സംസ്ഥാന പ്രസിഡന്റ് MB ഭാർഗവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ദുരിതങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. കാര്യം വടക്കേ ഇന്ത്യയിലെ ഒരു ജില്ലയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത കേരളത്തിൽ ജനസംഖ്യയുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ സംഘടിതമായ തൊഴിലാളികളെ നോക്കിക്കൊണ്ട് രാജ്യത്ത് മൊത്തം തൊഴിലാളിയും സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരെങ്കിലും വിട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അറിയാതെ പറയുന്നതാണ്. ഇന്ന് സ്ഥിതി വളരെ പരിതാപകമാണ്. 26 രൂപയുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്ത് ജീവിക്കാവുന്ന കള്ളക്കണക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ 26 രൂപ പോലും മിനിമം കിട്ടാത്ത തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഗ്രാമത്തിൽ ധാരാളം ഉണ്ടെന്ന് പറയുമ്പോൾ
ജില്ലാ പ്രസിഡന്റ് CG പത്മകുമാർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. B രാജശേഖരൻ, K പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കായൽപ്പുറം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിന് തിങ്കളാഴ്ച കൊടിയേറി. വികാരി ഫാദർ തോമസ് പുത്തുംപുരയ്ക്കൽ കൊടിയേറ്റിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ആയിരത്തി 1888 സ്ഥാപിക്കപ്പെട്ടതാണ് കായൽപ്പുറം സെന്റ് ജോസഫ് ഇടവക ദേവാലയം. മരണത്തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഊട്ടുനേർച്ച പ്രസിദ്ധമാണ്. ജാതിഭേദ ദേശവ്യത്യാസമില്ലാതെ എല്ലാവരും നേർച്ചസദ്യയിൽ പങ്കെടുത്തുവരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാർച്ച് 19 കായൽപ്പുറത്ത് എത്തിച്ചേരും. ഈസ്റ്റർ കഴിഞ്ഞുവരുന്ന 3ാമത്തെ ഞായറാഴ്ച ദേവാലയത്തിൽ അത്യാഡംബരപൂർവ്വം വിശുദ്ധ ഔസേപ്പിതാവിന്റെ വലിയ തിരുനാൾ കൊണ്ടാടും. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇടവയ്ക്ക് പുറത്തു നിന്നും കൊല്ല പ്രദേശത്തു നിന്നൊക്കെ ധാരാളമായിട്ടിവിടെ വന്ന് ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കുന്നു. അവിടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിലുണ്ട്. ഇടവക ജനങ്ങൾ ഒന്നുചേർന്ന് ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് യഥാസമയം ഭക്ഷണം ഒരുക്കുവാനും വിളമ്പുവാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ മുൻകൂട്ടി ചെയ്ത് എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. തിരുനാൾ ദിനങ്ങളിൽ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രത്യേക ബോട്ട് സർവീസുകൾ ഉണ്ടായിരിക്കും. ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ, ജോസുകുട്ടിയാക്കത്ര, ജോയിച്ചൻ പറപ്പള്ളി, ആന്റപ്പൻ മേച്ചേരിപ്പാട്, പ്രിൻസ് കൂട്ടമ്മൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെടുമുടി കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 7ാം തിരുവുത്സവത്തോടനുബന്ധിച്ച് 1564 നമ്പർ പൊങ്ങ NSS കരയോഗം വക താലപ്പൊലി നടന്നു. പൊങ്ങ തയിൽ രക്തേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച താലപ്പൊലിയിൽ കലാരൂപങ്ങൾ, പഞ്ചാരിമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെയാണ് താലപ്പൊലി കൊട്ടാരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാത്രി 9:30 മുതൽ തിരുമുൻപിൽ വേലയും 12:30 പള്ളിവേട്ടയും നടന്നു. തിങ്കളാഴ്ച ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമായി. ചമ്പക്കുളം കല്ലൂർക്കാട് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിന് തിങ്കളാഴ്ച കൊടിയേറി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മിലുണ്ടാകേണം എന്നുമെന്നും. മരണത്തിരുനാൾ ദിവസമായ 19 തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ചമ്പക്കുളം ഫൊറോന ദേവാലയത്തിലേക്ക് എത്തും. 19 രാവിലെ ലത്തീൻ റീത്തിൽ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, ചോറൂട്ടുനേർച്ച, ഊട്ടുനേർച്ച എന്നിവയും നടക്കും. ചരമവാർത്തകൾ. കൈനഗിരി അറുന്നൂറ്റുംപാടം സൌകുമാര്യം വീട്ടിൽ സുദീപ് കെ ദാസ് നിര്യാതനായി. സംസ്കാരം നടത്തി. ചതുർത്ഥ്യാഗരി അറുപതുംപറമ്പിൽ തങ്കപ്പൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാവാലം പയറ്റുപാക്ക കീച്ചേരി വീട്ടിൽ ജാൻസി ജോസഫ് നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10 പയറ്റുപാക്ക ഹോളി ഫാമിലി ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുക്കപ്പെട്ടാൽ വീണ്ടും കൊടി പാറിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർഷക സമ്പർക്ക പരിപാടി സർക്കാർ ആവിഷ്കരിക്കണം.
UDF സർക്കാർ കാർഷിക മേഖലയിലടക്കം സമസ്ത മണ്ഡലങ്ങളിലും തികഞ്ഞ പരാജയമെന്ന് BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KD മോഹനൻ. കൂട്ടായ്മയുടെ ഉത്സവം കുട്ടനാടിന് ഇത് കൊയ്ത്തുകാലം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.